ഈ എൻഡോമെട്രിയോസിന്റെ രോഗനിർണയം വൈകുന്നതിന്റെ കാരണം എന്താണ്? ഇപ്പോൾ സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് സാധാരണ എൻഡോമെട്രിയോസിൻ്റെ ഡയഗ്നോസിസ് ഏകദേശം 9 തൊട്ട് 10 വർഷം വരെ ഡിലേ ആവാമെന്നാണ്. അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്ന് പറയുന്നത് ഇപ്പോൾ അതിൻ്റെ മോസ്റ്റ് കോമൺ സിംറ്റം എന്ന് പറയുന്നത് ഡിസ്മെനോറിയാണ്. ഈ ഡിസ്മെനോറിയ വന്നു കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും അതൊരു നോർമൽ ഫിനോമിനായിട്ട് കൂട്ടി ചിലപ്പോൾ ഡോക്ടറിനെ കാണണമെന്നില്ല, ടാബ്ലറ്റ്സോ വേറെ എന്തെങ്കിലും റെമഡീസിലൂടെ എല്ലാം ചിലപ്പോൾ അത് ആ ഒരു പെയിൻ മറികടന്നേക്കാം. അപ്പോൾ അത് തന്നെ ചിലപ്പോൾ ഡോക്ടറിലേക്ക് എത്തിപ്പെടാൻ ഇല്ലെങ്കിൽ ഡയഗ്നോസിസിലേക്ക് എത്തിപ്പെടാൻ വൈകാനുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ എൻഡോമെട്രിയോസിസിൽ ചിലപ്പോൾ ഒരു വരുന്ന പാരഡോക്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജസിൽ ഒരു ലീഷനോ ഒന്നും വിസിബിൾ എല്ലായും കൂടും ഒരുപാട് സിംറ്റംസ് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും കാണണമെന്നില്ല. പിന്നെ ചിലപ്പോൾ എൻഡോമെട്രിയോസിസ് സൈലൻ്റ് ആയിട്ടും വരാം. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് വേറൊരു പ്രശ്നമോ കാര്യങ്ങളില്ല, ഇൻഫെർട്ടിലിറ്റി ഇവാലുവേഷൻ പോലത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇത് ചിലപ്പോൾ വിസിബിൾ ആവുന്നുണ്ടാവും. അപ്പോൾ ഈ കോമ്പിനേഷൻ ഓഫ് ഈ 3-4 ഫാക്ടേഴ്സ് കൂടിയിട്ടാണ് എപ്പോഴും സാധാരണ ഇത് ഡിലേ ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത്.